ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ചങ്കിൻ്റെ ഒപ്പം ഒരു ട്രിപ്പ് പോകാൻ ചേർന്നതാണ്. അപ്പം നമ്മളിന്ന് പോകുന്നത് മൗണ്ടൻ മാപ്പിലുള്ളത്. അവൻ ഒരു M2 ഒരു M5 ആണ് എടുത്തത്. പഴയ M5 ഒരു റൂഫ് ബോക്സും കാർബണും അടിച്ചിട്ട് ഒരു കിടിലൻ വണ്ടിയാണ്. നമ്മൾ ഇന്ന് മെയിനായിട്ട് ഇതൊരു സീരിയസ് ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സീരീസിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡാണിത്. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കൊടുക്കുക. ഇനി നോട്ടിഫിക്കേഷൻ വരാൻ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് നേരെ മൗണ്ടനിലേക്ക് മല കയറാം. സംഭവം നമ്മൾ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മളെ ചങ്ക് ഒരു M2 ആണ്. അതിൻ്റെ M2 കുട്ടിയിലാണ്. ഒരു ലുക്കും റോഡ് പ്രസൻസും എല്ലാം ഒരു കിട്ടില്ല. ഓടിക്കാനൊരു സുഖം. ലൈറ്റ് വെയിറ്റ് വണ്ടിയാണ്. നമ്മളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വണ്ടീനെ പോലെ തന്നെയാണ്. പക്ഷേ ലുക്കും ഉണ്ട് അവൻ്റെ വണ്ടീനെ പോലെ ലുക്കില്ല. പക്ഷേ കിട്ടിലും വണ്ടിയാണ്. പുതിയ M5 പോലെ തന്നെയാണ്. ഫ്ലൈയിങ് സ്ക്വിറലിൻ്റെ M5 ഇല്ല, അതാണ് നമ്മളെടുക്കാനുള്ളത്. പക്ഷേ ഈ വണ്ടിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇതിൻ്റെ ടയർ സ്കിഡാകുന്നുണ്ട്. എന്തോ ഇതിൻ്റെ ടയർ പെർസെൻറ്റേജ് അങ്ങനെ എന്തോ കുറഞ്ഞിട്ടായിരിക്കും. അപ്പം നമ്മളിന്ന് മലയുടെ മുകളിൽ പോയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക. ഇത് നമ്മളുടെ സീരീസ് 1 ഓഫ് CPM എപ്പിസോഡ് 1. സീരീസ് 1 ആണ്. നമ്മൾ ഇത് 4 ലെയർ പോലെ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പം 4ാമത്തെയാണ് ഏറ്റവും മുകളിൽ, അവിടെയാണ് പോകേണ്ടത്. അവൻ പിന്നെ അവിടുന്ന് ഇൻട്രോ എടുത്തിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും. പക്ഷെ നമുക്കത് പേടിക്കാനില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ എല്ലാം ഒരു ഇതായി പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മളെ വണ്ടിക്ക് കുറച്ച് കുതിക്കൽ കൂടുതലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുതിക്കുമ്പോൾ വേറെ എവിടെയും കൊണ്ട് വെച്ച് വെക്കും. പിന്നെ ഈ മല കയറുന്നേരം മെയിൻ പ്രശ്നം, മലയൊക്കെ കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കിടിലൻ ഫോട്ടോ ഒക്കെ കിട്ടും. പക്ഷെ മെയിനായിട്ടുള്ള ഫസ്റ്റത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ള് മണ്ണാവും. അപ്പം തന്നെ നിങ്ങൾ ബാക്ക് ആണെങ്കിൽ ഫുള്ള് മണ്ണാവും. അങ്ങനെ മണ്ണായി കഴിഞ്ഞാലാണ് മെയിനായിട്ട് പ്രശ്നം വരിക. നമുക്കിവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെക്കാം, ഒതുക്കിയിടാം. അവൻ താഴെ വരുന്നുണ്ട്. അവന് കുറച്ച് താഴെയുള്ള നമുക്ക് മാപ്പിലൊന്ന് നോക്കി നോക്കാം. മാപ്പൊന്ന് എടുത്ത് നോക്കി നോക്കാം. അപ്പം നമ്മൾ എടുത്ത് നോക്കാം. അവന് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റും വെറുതെ ഒന്ന് നോക്കാം. പിന്നെ എല്ലാവർക്കും എന്തെങ്കിലും CPM ആയിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടൊക്കെ ഉണ്ടാവും. പിന്നെ CPM പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. പിന്നെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം പറയുകയാണ്. CPM ഒരു കിടിലൻ ഗെയിമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അഥവാ കാറിൻ്റെ ഒരു കിടിലൻ ഗെയിമാണ്. കാർ മോഡിഫൈ ചെയ്യാം, സസ്പെൻഷൻ ഉണ്ട്, പിന്നെ അലോയി, പിന്നെ ടയർ സൈസ് എല്ലാം നിങ്ങൾക്ക് മാറ്റാം. പിന്നെ അതിൻ്റെ അകത്ത് ഹൗസസ് വരെ നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനത്തെ ഒരു കിടിലൻ ഗെയിമാണ് CPM മീൻസ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ. ഇതിൻ്റെ 2 ഉണ്ട്, 1 ഉണ്ട്. 1 ആണ് എനിക്ക് 2നെയും കാട്ടിയും കുറച്ചും കൂടി ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ 1 ഇത് നമുക്ക് അധികവും സിമ്പിൾസിറ്റിയാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് വാങ്ങാം, അങ്ങനെയാണ്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അവൻ അങ്ങോട്ട് വണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ സിമ്പിൾസിറ്റിയാണ് 1ൽ അങ്ങനെ ആൾക്കാർ. പിന്നെ ഇന്ത്യൻ സെർവറിലൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. കുറേ സെർവേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു ഡ്രോൺ ഷോട്ട് എടുക്കാം. പക്ഷെ അവൻ്റെ വണ്ടി സൈഡാക്കി വെക്കണം. അവനോട് വണ്ടി സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വണ്ടി സൈഡാക്കുമെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ അടുപ്പിച്ചിട്ടിട്ടൊരു ഡ്രോൺ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കിടിലം ഒരു വ്യൂ കിട്ടുമല്ലോ, ഒരു ഡ്രോൺ ഷോട്ടിൻ്റെ ഒരു കിടിലം. അപ്പോൾ അവൻ എന്താ വേണ്ട നല്ല കാർബണൊക്കെ അടിച്ച വണ്ടിയാണ്. അവൻ്റെ ഒരു റോഡ് പ്രസൻസ് വീട്ടിലാണ്. M2 ഒരു കിട്ടിയില്ല റോഡ് പ്രസൻസും വണ്ടിയാണ്. ലൈറ്റ് വെയിറ്റ് റോഡ് പ്രസൻസ് വീട്ടിലാണ്. അങ്ങനത്തെ ഒരു വണ്ടിയാണ് M2. പിന്നെ നമ്മുടെ വണ്ടി ഒരു ഓഫ് റോഡ് പോലത്തെ ഒരു കുറച്ച് വണ്ണമുള്ള വണ്ടിയാണ്. ലൈറ്റ് വെയിറ്റ് അല്ല, എന്നാലും നമുക്കൊരു ഡ്രോൺ ഷോട്ട് എടുക്കാം. ഈ ഫ്രെയിമിൽ വന്നുകൊണ്ട് ഒരു രസമില്ല മാർത്തിരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെരിച്ചിട്ടൊരു ഡ്രോൺ ഷോട്ട് എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു ക്ലിയറായിട്ടൊരു കിടിലും ഒരു ആസ്തറ്റിക് വൈബ് പോലത്തെ ഒരു ഫോട്ടോ കിട്ടും നമുക്ക്. കുറച്ച് താത്തി വെച്ചിട്ട് കുറച്ച് ചെരിച്ചിട്ട് സൂം ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഫോട്ടോ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ ഇന്ന് തന്നെ ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഫോട്ടോ. പിന്നെ നമുക്ക് വലുതായിട്ടൊന്നും ഇതിലില്ല. നമ്മൾ ആദ്യത്തെ എപ്പിസോഡായതുകൊണ്ട് നമുക്കൊന്ന് മല വരെ പോയി മൗണ്ടൈൻ്റെ അവിടെ പോയി മൗണ്ടൈൻ കയറി ഒന്ന് അവിടുന്ന് ഫോട്ടോ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഫോട്ടോ എടുക്കലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ പരിപാടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയൊക്കെ ചളി പിടിച്ചിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കഴുകാൻ പോകണം. അപ്പം വണ്ടി കഴുകിയിട്ട് ഇനി നമുക്ക് വരാം തിരിച്ച്. നമുക്ക് വണ്ടി പോയിട്ട് കഴുകണം. അപ്പോൾ കഴുകണമെങ്കിൽ നമുക്ക് താഴെ പോകണം. താഴെ വരെ ഒന്ന് ഇറങ്ങണം. ഇനി താഴെ വരെ ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് കഴുകണം. പിന്നെ ഈ വണ്ടി മെയിനായിട്ടൊരു റൂഫ് ബോക്സ് ഒക്കെ എടുത്തുകൊണ്ടൊരു നല്ല വണ്ടിയാണ്. ഞാൻ പിന്നെ റൂഫ് ബോക്സ് നീല അടിക്കാണ്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു നീലമയാവുന്നതാണ്. കാർബണൊക്കെ ഒരു ഇതായി വരുമ്പോൾ ഒരു കറുപ്പ് റൂഫ് ബോക്സ് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പരമാവധി വെറൈറ്റി കാർസ് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും മീറ്റപ്പും കാര്യങ്ങളായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയുക. ഞാൻ നോക്കിയിട്ട് ഒരു മീറ്റപ്പൊക്കെ വെക്കുന്നതായിരിക്കും. മീറ്റപ്പ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയാം. ഞാൻ ഉറപ്പായിട്ടും ഒരു മീറ്റപ്പ് വെക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് താഴെ പോയിട്ട് ഇത് വണ്ടി കഴുകിയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാം. മെയിനായിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഒരു ഫസ്റ്റ് എപ്പിസോഡായതുകൊണ്ട് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് എടുക്കാൻ നിന്നത്. പിന്നത്തെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വണ്ടി സ്ലോ അല്ല, പക്ഷേങ്കിൽ അവൻ്റെ വണ്ടി കിട്ടില്ല വണ്ടിയാണ്. ഇത് കണ്ടാ നേരത്തെ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ അടിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു കല്ലാറ്റം കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടിട്ട് വെക്കും. എന്ന് വെച്ചാൽ സ്കിഡാവും. ഇതെന്ന് വെച്ചാൽ റോഡിലോട്ട് ഓടിക്കുന്നതാണ് സുഖം. പിന്നെ നമ്മൾ പുതിയ അപ്ഡേറ്റിലെ ട്രോപ്പിക് മാപ്പില്ല, അത് നമ്മൾ ഒരു ദിവസം ഒരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. ട്രോപ്പിക് മാപ്പിൻ്റെ ഒരു എപ്പിസോഡ്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒന്ന് വളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്തി ആ CW എന്ന് കാണിക്കുന്നതാണ് കാർ വാഷ്. അവിടെ വരെ നമുക്ക് പോകണം. അവിടെ വരെ നമുക്ക് വണ്ടി പിന്നെ ഭയങ്കര കുതിക്കലായതുകൊണ്ട് നമുക്ക് മെല്ലനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ വേഗം കുതിച്ചങ്ങ് പോയിക്കോളും. പിന്നെ ഇത് ഫസ്റ്റത്തെ എപ്പിസോഡായതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടിപ്സൊക്കെ തരാം. നിങ്ങളുടെ കമൻസ് ഞാൻ വായിക്കുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു മീറ്റപ്പ് നടത്തണമെന്നുണ്ട്. അത് ഏത് കാറിൻ്റെയാണ് നിങ്ങൾ കമൻസിൽ ഇട്ടോളുക. അത് നമുക്ക് മീറ്റപ്പ് നമ്മൾ പോസ്റ്റ് ഇടുന്നതായിരിക്കും. മീറ്റപ്പ് എപ്പോൾ ഇടുന്നതിന് ഒരു പോസ്റ്റ് ഇടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാർ വാഷ് ചെയ്യാം. അപ്പോൾ കാർ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാർ വാഷാവുന്നുണ്ട്. നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. Bye bye. Signing out is Nebumon. Bye bye.